എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 8ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ലിഫ്റ്റ് ആണെങ്കിലുണ്ടല്ലോ എപ്പോഴും വർക്ക് ആവത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് കെട്ടിന്ന് താഴെ ഗ്രൗണ്ടിലോട്ട് നമുക്കിങ്ങനെ സ്റ്റെയർ ഇറങ്ങി പോകണം. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗിൻ്റെ ഇന്ന് അടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഒരു 2 മാസം കൊണ്ട് പറയും നമുക്ക് ഡെയിലി വീഡിയോ ഇടണം, ആഴ്ചയിൽ പുള്ളിക്ക് ഫ്രീ ആണ്. അപ്പം ഇന്ന് പുള്ളി വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഡൗണിലോട്ട് പോവുകയാണ്, താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി വ്യാഴാഴ്ച പുള്ളിക്ക് കുറേ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വരാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്ന 2ാമത്തെ വീഡിയോ ആണ്. എൻ്റെ 2ാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഇട്ടു, അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ എന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ താഴെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് കൂടെ നടക്കുന്നവരെല്ലാം കളിക്കാൻ പോയിട്ട് വരുന്നത്. ഹായ് സൊല്ലു, ഹായ് ഹായ്. എന്റെ സബ്സ്ക്രൈബറിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറ. ഈ ചേട്ടൻ കർണാടകയിലുള്ള ചേട്ടനാണ്. മലയാളം കൊഞ്ചം മലയാളം സംസാരിക്കുന്നുണ്ട്. സൺഡേ മാച്ച് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ എന്റെ ബാറ്റിംഗ് അടിപൊളിയാണെന്നാണ് അവന്മാര് പറയുന്നത്. ബൗളിംഗ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പുള്ളീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈം എടുക്കുമായിരിക്കും. പുള്ളി വരുന്നതെന്ന് വെച്ചാൽ റിഫേന്നാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് കാണിച്ചു തരാം കേട്ടോ. അതെ, ഞാൻ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിലാണ്. ഏറ്റവും ടോപ്പിലുണ്ട ഈ ടോപ്പിൽ നിന്നാണ് ഞാൻ താഴോട്ട് നടന്നു വന്നത്. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ കിടക്കുന്ന കാറുണ്ട്, ഈ കിടക്കുന്ന കാറിന് പോകണം. ആ പുള്ളിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ വേറൊരുത്തം കൊണ്ട് അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത്, ഏത് മണ്ടനാണെന്ന് അറിയത്തില്ല. പുള്ളിയാണെങ്കിൽ തിരകിക്കൊണ്ടിരിക്കുകയാണ് ആ കാറിൻ്റെ ഓണറിനെ. അവന് ഡ്യൂട്ടിക്ക് പോകണമെന്ന്. അപ്പം വേണ്ട, ഇങ്ങനെയുള്ള മണ്ടത്തരമൊക്കെ കാണിക്കുന്നവർ ശ്രദ്ധിക്കുക. പുള്ളി ഒരു ടാക്സി എടുത്ത് പോകണം. പാവം, പുള്ളിയുടെ കാറാണത് അവിടെ കിടക്കുന്ന, വണ്ടി എടുക്കാൻ പറ്റാഞ്ഞിട്ട്. ഹായ്. അപ്പോൾ ഇത് റാഫി ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടനാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ നാട്ടിലുള്ള തന്നെ, പരവൂരുള്ള തന്നെ, പരവൂർ കലക്കോടെന്ന് പറയും. അപ്പോൾ നമ്മളിനി ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ നല്ല ചൂട്, നമുക്ക് നേരെ വിടാം, പോവാം. നല്ല കാറ്റുമുണ്ട്, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. അതാണ്ട് ഇവിടെ കടല്, ഇവിടെ 4 ചുറ്റും കടല്. ഇതെന്ന് വെച്ചാൽ ജുഫേറാണ് കേട്ടോ. ജുഫേർ ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ കണ്ടോ, അടിപൊളി സൈറ്റാണ്. ഇവിടെ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം ഇവിടുത്തെ രാത്രി ലുക്കുകൾ. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് റിഫേലോട്ടാണ്. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലുള്ള എല്ലാ കള്ളുകുടിയന്മാർക്കും അറിയാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങാണ്. ഗൾഫ് ഹോട്ടൽ, എപ്പോഴും കള്ള് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മളെ ജുഫേറിലെ അടിപൊളി ഒരു മോസ്കാണ് കേട്ടോ. എനിക്ക് ഇനി അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. എന്തെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ നേരെ റിഫേലോട്ട് പോവുകയാണ്. കുറച്ചുകൊണ്ട് പോകാൻ. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളി രസമുണ്ട് കേട്ടോ. അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ. റിഫേ എന്ന് പറയുമ്പോൾ നല്ല, ഈ റിഫേലോട്ട് പോകണ വഴിക്കെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇപ്പോൾ സിത്രയായി റിഫേലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ സൈഡിലും കടലാണ്, അതാണ് കാരണം അപ്പുറത്തെ സൈഡിലും കടലാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ കടൽ നിരത്തിയിട്ടാണ് ഇവിടെ എല്ലാം ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൻ്റെ അല്ലേ? അതൊക്കെ നാണം കേട്ടില്ലേ? ഹായ് ഹായ്. ഫുഡൊക്കെ കഴിച്ചാ? ടാറ്റ. അനിയനാ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. നമ്മളിനി ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. കുറച്ച് പരിപാടിയുണ്ട്. നമ്മളങ്ങനെ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫോട്ടോയെ അകത്ത് കയറിയപ്പോൾ എന്തൊരു ആശ്വാസം. അകത്ത് കയറിയപ്പോൾ നല്ല ചൂടൊന്നുമില്ല, നല്ല കാം ആൻഡ് കൂൾ. എത്രാമത്തെ ബിൽഡിങ്ങിലാണ്? നമുക്ക് 2nd ഫ്ലോറിലാണ്. അകത്തുനിന്ന് ചോദിക്കുന്ന ആരാന്നൊക്കെ പിള്ളേര്. ഹായ്, നമസ്കാരം. പേരെന്താ?
കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടുണ്ട്. പിള്ളേരാണെങ്കിൽ ഭയങ്കര കൈയടി. അച്ഛൻ്റെ ആക്ഷൻ കണ്ടിട്ട് നിന്റെ പേരെന്തുവാ? അച്ഛൻ ഭയങ്കര ആക്ടറാണല്ലേ? അവിടെ രണ്ടും അടിയായി ഓടി. എല്ലായിടത്തും ഉള്ള കണക്ക് അനിയത്തിയും ചേട്ടത്തെയും കിടന്ന് അടി വിടുന്നാണെങ്കിൽ ഇവിടെ അടി കൂടി ഇതോ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ അവളെ ആക്ടിങ്. എന്ത് പറ്റിയടി? അത് സ്റ്റാൻഡ് വേണോ? ഇതാണ് ഇവരെ രണ്ടുപേരെ ഉമ്മ. ഇന്ന് വന്നിട്ട് നമ്മൾ കുറെ വീഡിയോ എടുത്ത് അടിപൊളി രസമായിരുന്നു. ഞാൻ ചിരിച്ച് എൻ്റെ രണ്ട് ഇതും പോയിരിക്കുകയാണ്. കുറേ ചിരിക്കാണ്ടായിരുന്നു വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാണ്. അപ്പം ഫുഡെല്ലാം റെഡിയാക്കി നമ്മൾ വീഡിയോ എടുത്ത് ഫുഡും റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകാനുള്ളതാണ്. അടിപൊളി ഒരു തോരനുണ്ട്, പിന്നെ അതേപോലെ ഒരു തൈരുണ്ട്, പപ്പടമുണ്ട്. ഇതാണ് ചേച്ചിയാണ് എല്ലാം മനുഷ്യ സെറ്റാക്കിയത്. ഇതെന്തിനാണ്? മീൻകറി ഉണ്ട്. അപ്പൊ നമ്മത്തെ ഇന്നത്തെ ഊണ് ഉഷാറായിട്ടുണ്ട്. തണുത്തോളം. അപ്പൊ അടിപൊളി ഫുഡ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. എൻ്റെ കൂടെ അപ്പൊ റാഫി ചേട്ടനുണ്ട്. അടിപൊളിയായിരുന്നു. നമ്മൾ ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ സെറ്റായിരുന്നു. അപ്പൊ നമ്മള് അടിപൊളി വീഡിയോ ഇറക്കാൻ പോവുകയാണ്. ഓ ചോറും കറി എല്ലാം സെറ്റായിരുന്നു. ഈ ചേട്ടൻ തന്ന ഗിഫ്റ്റാണ് കേട്ടാ. ഒരു അടിപൊളി സൺഗ്ലാസും തന്നു. അപ്പോൾ ഞാൻ നേരെ റൂമിൽ പോവുകയാണ്. നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇനി പോയി കിടന്ന് ഒറ്റ ഉറക്കാം. അപ്പം ബൈ. ഓക്കെ ഏട്ടാ, ടാറ്റ. അപ്പോൾ ടാറ്റ, സീ യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബിലുമാണ് എൻ്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിരിക്കുന്നത്. പ്രചോദനം നിങ്ങൾ തരുന്ന പ്രചോദനമാണ് ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. ഓക്കെ, ടാറ്റ.